ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാവോ? ഇന്ന് ലോക ശിശുദിനമാണ്. ഭാവിയെ കേൾക്കൂ, കുട്ടികളുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളൂ എന്നുള്ളതാണ് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നത്. ആ വാർത്ത കണ്ട ശേഷം നമുക്ക് അതിഥികളുണ്ട്, അതിഥികളുടെ വിശേഷങ്ങളുണ്ട്, അവർ നിങ്ങൾക്കായി കാത്തുവച്ചിരിക്കുന്ന സർപ്രൈസുകളുണ്ട്. അതിലൊക്കെ വരാം. ഞങ്ങൾക്ക് സമാധാനമായി ഉറങ്ങണം, വയറു നിറയെ ഭക്ഷണം കഴിക്കണം, നല്ല ഇടങ്ങളിൽ ജീവിക്കണം. ഇത് പറയുന്നത് കുരുന്നുകളാണ്. ഗാസയിലെ കുരുന്നുകൾ കണ്ണടച്ചു തുറക്കും മുന്നേ അതിവേഗത്തിലെത്തുന്ന റോക്കറ്റുകളും മിസൈലുകളും ഇവരുടെ ജീവിതം തകർത്തെറിയുമ്പോൾ ഇവരുടെ മനുഷ്യാവകാശങ്ങൾ പോലും ലംഘിക്കപ്പെടുകയാണ്. അഭയാർത്ഥികളായി പോകുന്നവരുടെ ഒക്കത്തും ഒപ്പവുമായി തളർന്ന കണ്ണുകളും വിശന്നൊട്ടിയ വയറുമായി നിൽക്കുന്ന എത്രയെത്ര കുരുന്നുകൾ. അങ്ങനെ ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകളുമായാണ് ഈ ലോക ശിശുദിനവും കടന്നു പോകുന്നത്. ഇവിടെയാണ് ലോക ശിശുദിനാചരണത്തിന്റെ ആവശ്യകതയും. ഭാവിയെ കേൾക്കൂ, കുട്ടികളുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളൂ എന്നതാണ് ഈ ദിനം പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിനും ആഗോളതാപനത്തിനുമെതിരെ പ്രതികരിച്ച ഗ്രേറ്റ ടൂൻബെർഗ്, I shouldn't be up here. I should be back in school on the other side of the ocean. Yet you all come to us young people for hope. How dare you? You have stolen my dreams and my childhood with your empty words. And yet I'm one of the lucky ones. People are suffering. People are dying. Entire ecosystems are collapsing. We are in the beginning of a mass extinction, and all you can talk about is money and fairy tales of eternal economic growth. How dare you? ആഫ്രിക്കയിലെ കുഞ്ഞുങ്ങൾക്ക് ശുദ്ധജലമൊരുക്കാൻ തന്റെ പോക്കറ്റ് മണി കരുതി വച്ച കാനഡയിലെ റയൻ റെൽജാക്ക് ഇവരൊക്കെ നമ്മളെ ഓർമ്മിപ്പിച്ചത് കുഞ്ഞു മനസ്സിലെ വരും കാലത്തോടുള്ള കരുതലും ആശങ്കകളുമാണ്. ഇവർ രണ്ടുപേരെയും ലോകം കേട്ടു. ഇവർക്കൊപ്പം ലോകമണിനിരന്നു. മുതിർന്നവർ മറന്നതോ വേണ്ടെന്നു വച്ചതോ ഒക്കെയായ ചില കാര്യങ്ങളിലെങ്കിലും വീണ്ടും വിചാരം നടത്താൻ ഈ കുട്ടികളുടെ ഇടപെടലുകൾ കാരണമായി. ഭാവിയെ കരുതാൻ നമ്മൾ മനസ്സുകാട്ടി. എല്ലാം ഒന്നും ശരിയായിട്ടില്ല എങ്കിലും ഈ കുഞ്ഞുങ്ങൾ നാളെയുടെ ഭാവിയാണെന്ന ചെറുതല്ലാത്ത ബോധം വളർത്തിയെടുക്കാനായി. ഒരു ദിവസത്തെ ആഘോഷത്തിൽ ഒതുങ്ങരുത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശ പോരാട്ടങ്ങൾ. അത് തുടരണം. രാജ്യാന്തരാടിസ്ഥാനത്തിൽ ശിശുദിനം ആഘോഷിക്കാൻ തുടങ്ങിയത് 1954 നവംബർ 20 ലോകമെമ്പാടുമുള്ള കുട്ടികൾക്കിടയിൽ അവബോധം വളർത്തുന്നതിനും ആഗോള ഒത്തൊരുമയ്ക്കും കുട്ടികൾക്കായുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമായാണ് ഈ ദിവസം. UN പൊതുസഭ ബാലാവകാശ പ്രഖ്യാപനത്തിന് അംഗീകാരം നൽകിയത് 1959. 1989 പൊതുസഭ ബാലാവകാശ ചട്ടങ്ങൾ അംഗീകരിച്ചതും നവംബർ 20. അങ്ങനെ 1990 മുതൽ ഈ പ്രഖ്യാപനങ്ങളുടെ വാർഷിക ദിനം കൂടിയായി ശിശുദിനം. കുഞ്ഞുങ്ങളുടെ അവകാശങ്ങൾക്കായി നമുക്ക് ശബ്ദമുയർത്താം. അത് നിഷേധിക്കപ്പെടുമ്പോൾ എന്തു വില കൊടുത്തും വാങ്ങിയെടുക്കാൻ ഒരുമിച്ചിറങ്ങാം. അവരുടെ നല്ല നാളേക്കായി അവരെ കരുതാം. എല്ലാ കുരുന്നുകൾക്കും കുഞ്ഞുങ്ങൾക്കും NTVയുടെ ശിശുദിനാശംസകൾ. ന്യൂസ് ഡെസ്ക് NTV.